സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറിയാക്കാനുള്ള നീക്കത്തിനെതിരെ മുൻ AICC അംഗം വിജയൻ പൂക്കാടൻ. സന്ദീപ് വാര്യർ ഒരു കഴിവുമില്ലാത്തയാൾ. സന്ദീപിനെ വലിയ ആളെ പോലെ പാർട്ടി കെട്ടി എഴുന്നള്ളിച്ച് നടക്കുന്നത് അതിശയം. കഴിവും പ്രാപ്തിയുമുള്ള നിരവധി നേതാക്കൾ പാർട്ടിയിലുണ്ട്. സന്ദീപ് വന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായെന്നും വിജയൻ പൂക്കാടൻ പറഞ്ഞു. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ കക്ഷി? ഞാൻ തന്നെ അറിയണത് ഇപ്പോൾ അയാൾ ഒരിക്കൽ ഈ നമ്മുടെ ചാമക്കാലായിട്ട് എന്തോ ഒരു കശുവശി ഉണ്ടായിട്ട് വളരെ മോശമായ രീതിയിൽ ചാമക്കാലോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ ഈ കക്ഷീനെ അറിയണത്. അല്ല നമ്മൾ ആ ചാനലിൽ വെച്ചിട്ട് അറിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇയാളിപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോൾ തലേദിവസം വന്നിട്ട് മാങ്കൂട്ടത്തിൻ്റെ വണ്ടിയിൽ കയറുന്നു തലേദിവസം. ഇതല്ലാണ്ട് ഇപ്പോൾ ഞാനറിയില്ല. ഈ ഇതാണ് KPCC സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KPCC സെക്രട്ടറി സ്ഥാനം കൊടുക്കേണ്ട അത്രയും വലിപ്പം അയാൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. KPCC സെക്രട്ടറി ആക്കാനായിട്ട് അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ അകത്തുണ്ട്. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, സന്ദീപ് UDF-നൊപ്പം ചേരുകയും കോൺഗ്രസിന്റെയും വേദികളിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുമ്പോഴും എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം വരുന്നത്. തീർച്ചയായിട്ടും ഗോകുൽ, സന്ദീപ് വാര്യർ ദില്ലിയിലെത്തി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ അടക്കം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത്. അത് കേവലം ഈ വിജയൻ പൂക്കാടന്റെ മാത്രം അഭിപ്രായമായി നമുക്ക് കാണാൻ കഴിയില്ല. അത് ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ ഒരു ശബ്ദമായി വിജയൻ പൂക്കാടൻ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം പറയുന്നത് സന്ദീപിനെ വലിയ ആളെ പോലെ പാർട്ടി കെട്ടി എഴുന്നള്ളിച്ച് നടക്കുന്നത് അതിശയമാണ് എന്നാണ് പറയുന്നത്. സന്ദീപിന്റെ വരവ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഗുണവും ചെയ്തിട്ടില്ല. അത് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. 25,000 വോട്ടുകൾക്കെങ്കിലും വിജയിക്കേണ്ടിയിരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് വിജയൻ പൂക്കാടൻ പറയുന്നത്. ഇനിയിപ്പോ സന്ദീപിന് ശക്തി ഉണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ അദ്ദേഹം ഒരു കൺവെൻഷൻ വിളിച്ച് അതിൽ എത്ര ആളുകൾ പങ്കെടുക്കുന്നു എന്ന് മനസ്സിലാക്കി സന്ദീപിന്റെ വലിപ്പം അളക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. KPCC ജനറൽ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഒരുപാട് പ്രവർത്തകരെ മുറിവേൽപ്പിക്കുന്നതായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ പ്രാപ്തരായ ഒരുപാട് നേതാക്കളുണ്ട്. അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് സന്ദീപിനെ ഇത്തരത്തിലുള്ള ഒരു വലിയ പദവി നൽകുകയാണെങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് കൂടി വിജയൻ പൂക്കാടൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഗോകുൽ, ശരി. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.